നമസ്കാരം, ബിഗ് ബ്രാങ്സിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മീനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. എല്ലാ കുളങ്ങളിലും ഇപ്പം മീൻ സ്വന്തമായിട്ട് ഇട്ട് വളർത്തുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു കുളത്തിൽ ഒരാളുടെ സഹായത്തോടു കൂടി ഞാൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കുക കാണാം. അതെ, അതുകൊണ്ട് അവിടെ താഴെയാണ് സാർ. വരി സ്ഥലം എനിക്ക് വലിയ പിടിയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് മീൻ പിടിച്ചോണ്ട് പോകും. എനിക്ക് അത്ര ഇതില്ല, മീൻ ആവശ്യം വരുമ്പോഴേ. അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ. തട്ടി വിടുന്നിപ്പം വരണം. ഇര എടുക്കണ്ടേ? ഇര എടുക്കണോ? ഞാൻ വരുന്നുണ്ട്. അത് തണ്ട് ഏതാണ്ട് ഇതാടക്കണം. അല്ലെന്ന് ഞാൻ മാവ് കൊണ്ടിട്ടാ പിടിക്കണ. ഇര വേണമെങ്കിൽ നമുക്ക് രണ്ടു മൂന്നെണ്ണം ഇവിടുന്ന് വെട്ടാം. വരി. നോക്കട്ടെ. മറ്റേതെവിടെ? മണ്ണെടുക്കണം. ഇര എടുക്കാൻ വേണോ? മൂത്രം കഴിക്കാൻ വേണോ? കോളേജ് അറിയാമോ? എനിച്ചിനും കോളേജ് അറിയാമല്ലോ. പുറവശത്ത് റോഡ് അറിയാമല്ലോ. അതിലെ കൂടെ സൈഡിൽ കൂടെ പോകണം. അവിടെ പാലത്ത് പണിയത് ഞാൻ തന്നെ പണിയത്. എവിടെ? അവിടെ പാലല്ലേ? ഇവിടെ ഇരി. പാലല്ല, ഞാൻ തന്നെ പണിയത്. അത് പാലൊക്കെ പിന്നെ റോഡ് വന്നില്ലേ? അപ്പം ഞാനില്ല അവിടെ. അപ്പം ഇപ്പം മെയിൻ്റെനൻസ് ഒക്കെ ഇപ്പം നടന്ന ഞാൻ തന്നെ അവിടെ കമ്പ്യൂട്ടർ വന്നത്. അത് നമുക്കിപ്പം അറിഞ്ഞൂടല്ലോ. ഫുള്ള് കമ്പ്യൂട്ടറല്ലേ ഞാൻ തന്നെ ചെയ്തത് തന്നെ. 3 ദിവസം പണിയുണ്ടായിരുന്നു. 3 ദിവസം വരെ ഞാൻ അവിടെ ഉണ്ടാവും. അന്ന് എനിക്ക് അറിഞ്ഞില്ല. നമ്മളെ പരിചയമില്ലല്ലോ. 3 ദിവസം അവിടെ വന്ന് കെട്ടിട്ട് പോയി. അപ്പോഴേ കണ്ണാടി ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കണ്ണാടി വെച്ചത്. അത് ശരി. ഇര വേണോ? കൊതുകൊണ്ട് കേട്ടാ. ഇര വേണോ? മാവിടാന്നോ? മാവ് കുഴിക്കും, വെള്ളം അടിക്കും. വല്ല കുഴച്ച് വെച്ചിരുന്നാ ചേട്ടാ. വരി, ഇവിടെ ഇരി. ഇവിടെ അത്ര നമുക്ക് പരിചയമില്ല. ഇവിടെ വലിയ കളിപ്പേരിയൊന്നുമില്ല. ആ ഏരിയ ആണെങ്കിൽ നമുക്ക് ഇപ്പം ഇവിടെ നിങ്ങളെ അറിയാം കോപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, അറിയാം. വാ ഇനി വാ, അവിടെ ഇട്ടിട്ട്
പിടിച്ചോ, നിനക്ക് ബാക്കിയുണ്ട്, നീ അല്ലേ ഇട്ട ഇവിടെ നിന്നിട്ട്. പടച്ചോണ്ടിരിക്കോ? അങ്ങോട്ട് മാറി ഇവിടെ എടുത്തിട്ടൊക്കെയാണ് ഇവിടെ കെട്ടി കിട്ടാ. അവിടെ വെക്ക്, തറ വെച്ചാൽ പോകൂലേ? അത് പോയെന്ന് ഞാൻ മറ്റേ ഫോട്ടോ അടിക്കാൻ പോകാൻ വേണ്ടി ഇരുന്നതാണ്. അവിടെ പിന്നെ അതാണ് കുറ്റി അടിച്ച് അവിടെ ഇരുന്നത്. 2 മണിക്കൂർ കൊണ്ട് അവിടെ കുറ്റി അടിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ ഒരാൾ വരും അന്വേഷിച്ചു വന്നാണ്. അത് ഇനിയിപ്പോൾ വരും. അവിടെ വരുമോ? ആര് മറ്റേ വന്ന മറ്റാളാ? പിന്നെ ഉദയം വരും. ഉദയം ആരാണ്? ഇപ്പം നിങ്ങൾ അത് തന്നെ. നിങ്ങളാരാണ്? എൻ്റെ അളിയൻ. സ്വന്തം അളിയൻ? ഓ, നിങ്ങൾക്ക് ഇവിടെയൊക്കെ അറിയാമെന്ന് പറഞ്ഞല്ലേ? എനിക്ക് എല്ലാം അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ? ഇത് നമ്മൾ ഇങ്ങോട്ട് അത്ര വരില്ല, ഇതിൻ്റെ മേളിലോട്ടേ വരുള്ളൂ. നിങ്ങളെ ആയി തന്നെ അപ്പം അതിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. അതാണ്ട് സാധനം ഇല്ല അടിച്ചോണ്ടി. അത് എടുക്കല്ലത്. സാധനം അടിച്ചോണ്ട് പിന്നെ ഇതൊക്കെ മാഞ്ഞാമ്മ കൊടുത്തിട്ട് നിങ്ങളത് പിടിക്കും. നിങ്ങളാ ചൂണ്ടാതി തന്നെ. നിങ്ങൾ ഫസ്റ്റ് ഇട്ട് കയറണമുണ്ട്. ഒരു സിലോപ്പി അടിച്ചു. സിലോപ്പി അല്ലേ? 1000 രൂപയ്ക്ക് പിടിക്കണം. എനിക്ക് 500 വെച്ച് എടുക്കാം. പിന്നെ എന്തൊരു ഉദ്ദേശത്തിലാണ് മീൻ പിടിക്കണം? 10,000 രൂപ ഉണ്ടാക്കണം. 2 ഇതെടുക്കണം, വാങ്ങണം. നല്ല പൈസ ഒപ്പിക്കണ്ടേ? ഒപ്പിക്കണോ വേണ്ടേ? ഞാൻ വലിയ കൊട്ടാരം മീൻ പിടുത്തമൊന്നും അല്ല. ഇല്ല, അത് നടക്കില്ല. എന്തിനാണ് അത് നടക്കില്ല. കൊട്ടാരം മീൻ പിടുത്തമെന്നാ? നിങ്ങളെ ഉദ്ദേശിക്കും പോലെ അല്ലേ. നമ്മളെന്ന് പറഞ്ഞാൽ പണിയെന്ന് പറഞ്ഞാൽ വേറെ. അതല്ലേ നിങ്ങൾക്ക് മീൻ ഇട്ട് അറിയാമല്ലോ. നിങ്ങൾക്ക് മീൻ പിടിക്കാനും അറിയാം. നീ ചൂണ്ടഞ്ഞെടുത്ത് എന്തോ മീൻ പിടിച്ചാണോ? എന്തെണ്ണ കുളത്തിൽ മീൻ പിടിച്ചാണോ? എന്റെ ചേച്ചിയുടെ കുളത്തിൽ നീ മീൻ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? നീ അവിടുത്തെ ചേച്ചി വിളിക്കട്ടെ. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ കുളത്തിൽ മീൻ തന്നെ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് കൊനമനായിരുന്നു. കൊനമനായിട്ട് ഞാൻ പറയും ചേട്ടാ മീനുണ്ട്. 3 മക്കളെ എനിക്കറിയില്ല. ഞാൻ അവിടെ വന്ന് എൻ്റെ ഇങ്ങനെ അവിടെ കൊനമനായിരുന്നപ്പോഴത്തേക്ക് അവിടെ വന്നു. അപ്പോൾ പറഞ്ഞ് വല്ലവരെ കണ്ടത്തി കയറി മീൻ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആരും ചോദിക്കണ്ടേ? ഞാൻ എവിടെ താമസിക്കുന്നത് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞ് ധനുവിച്ചെടുത്ത് ഞാൻ ചോദിക്കട്ടെ, എന്റെ വീടത് ഇവിടെ കുളത്തിൽ ഞാൻ അതല്ല പറയണത്. ഞാൻ മറ്റേ സ്റ്റഡിയല്ലേ അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 3 മക്കളായിട്ട് താമസിക്കുന്നത്. ഞാൻ മക്കളുടെ എണ്ണം ഒന്നും ചോദിച്ചില്ലല്ലോ. ഇല്ല, ഞാൻ എന്റെ കുളത്തിൽ വന്ന് മീൻ പിടിക്കാൻ ആര് പറഞ്ഞു? അയ്യോ, എന്നെ വിളിച്ചോണ്ട് വന്നത് ആര്? ഇയാള്. അയാളേതാ? ഞാൻ ഇവിടെ ഉള്ളതല്ല, ഈ പുള്ളിയാണ് ഇവിടെ ഉള്ള. ഇയാൾ ഇവിടെ ഉള്ളതല്ലേ? അല്ല, ഇയാൾക്ക് ഇവിടെ ഉള്ള പിന്നെ എങ്ങനെ ഇവിടെ നീല പറഞ്ഞ ഇന്ന സ്ഥലം എന്ന് പറഞ്ഞാല് എന്നെ കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കണേ എവിടെ സ്ഥലം ഞാൻ ചോദിക്കുന്നു. ഇയാളെ നമുക്ക് അറിഞ്ഞൂടാ. ഇയാൾ ഇവിടെ ഉള്ളതല്ലെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എങ്ങനെ മനുഷ്യ വിശ്വസിക്കും? നമ്മള് ചേട്ടാ ഞാൻ ചോദിക്കുന്നത് ഏത് സ്ഥലം മേരെയും കൂടെ അല്ലെങ്കിൽ ഞാൻ കൊണ്ട് ചോദിക്കുന്നത്. അവിടെ കിടന്ന ആളെന്തിനാ ഇവിടെ വന്ന് മീൻ പിടിക്കേണ്ട ആവശ്യം എന്തുവാ? എന്റെ അടുത്ത് എന്തുവാ പഠിക്കുന്നുണ്ട് നിങ്ങള്? ഞാൻ ചോട്ടെ, എന്റെ കുളത്തിൽ വന്ന് മീൻ പിടിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ വിചാരിച്ചത് ഇപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇറയെടുക്കണ് എല്ലാം ചെയ്യണം. മീൻ കുറച്ച് ദിവസം കുറവുണ്ട്. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളു.
ഞങ്ങള് ഹോട്ടലിലേക്ക് ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. പിടിച്ച മീൻ പിടിച്ച മീൻ ഇതായിരിക്കുന്നത് നിങ്ങൾ നേരത്തെ ഇവിടെ നിൽക്കണം എനിക്ക് ഇപ്പം അറിഞ്ഞില്ല. ആ പിടിച്ച മീൻ അടിക്കും. നേരത്തെ വന്നിരുന്നാ ഞാൻ വന്നില്ലല്ലോ. പിന്നെ നീല് ഇവിടെ കൊണ്ടുവന്നേ മേരെ അല്ല നിങ്ങളല്ലേ നേരത്തെ മുമ്പിൽ തന്നെ കാക്കില് മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ മര്യാദയ്ക്ക് കൊനമ്മനെ ഇരുന്നത് മോളെ വിളിക്കാൻ വേണ്ടി. മോള് സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് അവള് കമ്പ്യൂട്ടർ ടൈപ്പിങ് പോണം. അത് വിളിക്കാൻ വേണ്ടി അവിടെ ഇരുന്നപ്പോഴത്തേക്കാണ് അവിടെ ബൈക്കിൽ വന്ന് പെട്രോൾ നിന്ന് അവിടെ നിന്നപ്പോഴത്തേക്ക് പറഞ്ഞു എനിക്ക് കുറച്ച് മീൻ പിടിക്കണം, മീൻ പിടിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ, സ്ഥലം അറിഞ്ഞൂടാ, എവിടെയെന്ന് ചോദിച്ചു. അത് അപ്പൊ എന്റെ വീടിന്റെ അവിടെ കൂടിയുള്ള സ്ഥലമാണ് പറഞ്ഞത് ആദ്യം. എവിടെ? വേങ്കല. അപ്പൊ ഞാൻ വേങ്കലില്ല എന്നിട്ട് പറഞ്ഞു മേരിയങ്കോട് വന്ന് കേട്ടു. മേരിയങ്കോട് ഇല്ല. അപ്പോഴാണ് ഇവിടെ കൂടി വന്നത്. ഇവിടെ കൂടി വന്നപ്പോ ഞാൻ പറഞ്ഞു ഇത് നമ്മള് ഇവിടുത്തെ ഇതല്ലേ, കള്ളത്തന കഴിക്കണ മേരെ. എനിക്ക് 3 മക്കളെ ഉള്ളത്. എന്റെ സ്ഥിര പരിപാടിയാണ് ഇതൊക്കെ. നിന്റെ പരിപാടി ഉണ്ടെങ്കിൽ നീ മാറ്റി വെച്ചോ. പിടിച്ച മീനോട് എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താ? ഞാൻ ഒന്ന് കുറച്ച് പൈസ അടക്കില്ലാണ്. എന്താ എന്തിനു പൈസ കിടക്കണ? പിടിച്ച മീൻ അമ്മരോട്ട് വിറ്റു. അവിടെ നൈസായിട്ട് അമ്മരോട്ട് വിറ്റു. എന്നെ വിളിച്ചോണ്ട് വന്ന ആര്? നീ എന്നെ. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ സ്ഥലം അറിഞ്ഞോ നിന്റെ അടുത്ത് പറഞ്ഞ. നീ കുറെ ക്രോസ് വിസ്താരമൊക്കെ ചെയ്തില്ലേ? നീല് ഇവിടെ ഉണ്ടോ? ഫോണുമാര് എന്നെ വിളിച്ചോണ്ടത്. അവിടെ കിടക്കണ ഞാൻ ഇപ്പൊ മാറ്റണ ഇവിടെ കിടക്കണ കുളത്തിൽ എങ്ങനെ അറിയും? എന്റെ അണ്ണ ഞാൻ പറയണ ഇപ്പൊ എല്ലാം മാറ്റിയാണ്. വിറ്റ മീൻ എല്ലാം കൂടെ ഒരു 5000 രൂപ കിട്ടിയാണ്. എന്റെ ദൈവമേ, നേരത്തെ വന്ന് പിടിച്ചത്. ഞാൻ വന്നില്ല, ഞാൻ ഇപ്പൊ വന്നേയുള്ളൂ. 5000 രൂപയ്ക്ക് മീൻ വിറ്റാന്നല്ലേ പറഞ്ഞത്? അങ്ങനെ വിറ്റാണ്. ഞാനല്ല, എനിക്ക് അറിഞ്ഞൂടാ അണ്ണ, ഈ വഴിയൊന്നും അറിഞ്ഞൂടാ. അവിടെ കിടക്കണ എനിക്ക് ഇവിടത്തെ കുളവും വഴിയും ഒക്കെ ഞാൻ എങ്ങനെ അറിയാനാണ്? പിന്നെ 5000 രൂപയ്ക്ക് വിറ്റെന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ വിറ്റ് കാണും. നേരത്തെ മീൻ പോയില്ലേ ഇവിടുന്ന്? ഇവിടെ നേരത്തെ മീൻ ഇല്ല. നിങ്ങൾ വരാതെ വേറെ ആരെങ്കിലും വരുമോ? നീ എന്താ പറഞ്ഞേ? നിങ്ങൾ എന്തിനാണ് പറയണ? നീ എന്തിനാ പറഞ്ഞേ? എന്തിനു പറയണത്? എന്തിനു പറയണത്? കയ്യിലും കയ്യിലും നിങ്ങൾ ഈ പിന്നെ ഞാൻ അവിടെ കൊനം എന്നപ്പോഴേ എന്നെ വിളിച്ചോണ്ട് വന്നത്. ആര്? അപ്പൊ പിടിച്ച പൈസ അടിക്കും. നീ പൈസ കൊടു. നിങ്ങൾ വിറ്റ പൈസ നിങ്ങൾ കൊടുക്കും. നിങ്ങളല്ലേ വിറ്റത്? ചേട്ടാ ഞാൻ ചോട്ടെ, എത്ര രൂപയുടെ മീൻ വിറ്റ്? ഞാൻ അവിടെ ഇല്ലേ? ആര്? 5000 രൂപയ്ക്ക് വിറ്റെന്ന് പറഞ്ഞില്ലേ? യവനെയും കൊണ്ടുപോവാം, നമുക്ക് എന്റെ വീട്ടിൽ പോവാം. ആരെ വീട്ടിൽ? എന്റെ വീട്ടില്. എന്റെ വീട്ടില് സ്റ്റേഷനിൽ പോവാ, എവിടെയാണെങ്കിലും പോവാ. എന്റെ വീട്ടിൽ എന്തിനു പറഞ്ഞ? നീ 5000 രൂപയ്ക്ക് വിറ്റെന്ന് നീയല്ലേ വിറ്റത്? നീയല്ലേ വിറ്റത്? നീ ആരാ ഉദ്ദേശിച്ചത്? നീ 5000 രൂപയ്ക്ക് വിറ്റെന്ന് ഇവരല്ലേ പറയണത്? നീ നേരത്തെ വന്ന് മീൻ പിടിച്ച അവിടെ? ആര് വിറ്റെന്ന്? അല്ലെങ്കിൽ പിന്നെ ഈ കുളം കറക്റ്റ് ആയിട്ട് നീ എനിക്ക് കാണിച്ചു തന്നെ അങ്ങനെ? കൊണ്ടുവന്നു എന്നെ. അത് പിന്നെ ബൈക്കിൽ കയറി പോട്ടറെ എന്ന് പറഞ്ഞാ പിന്നെ ഇങ്ങോട്ട് വരും വന്നൂടെ? അയ്യോ, അപ്പൊ നിങ്ങൾ കറക്റ്റ് വഴി പറഞ്ഞു കൊടുത്തു. 3 മക്കൾ ഇല്ല. ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇന്ന് വരെയും വന്നിട്ടില്ല. നമ്മള് മറ്റേ പാലത്തിന്റെ അവിടെ കുളത്തില് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് എവിടെ വരണത്? ആര് പറഞ്ഞു? വണ്ടി കൊണ്ട് ഇവിടെ കൊണ്ട്. നീ അല്ല പറഞ്ഞു ഈ കുളം അല്ലടാ, താഴെ നല്ലൊരു കുളമുണ്ട്, കലയിൽ കിടക്കണ കുളമെന്ന് അങ്ങനെ പറഞ്ഞില്ലേ നീ എൻ്റെ അടുത്ത്? നീ എൻ്റെ അടുത്ത് അങ്ങനെയല്ല പറഞ്ഞ? വണ്ടിപ്പോലെ ഞാൻ മര്യാദ അവിടെ നിന്നാണ്. എന്നാ ഒറ്റക്കൂടെ നിൽക്കണ? ഒറ്റ കൊടുക്കണം. എന്റെ 3 മക്കളെ ഞാൻ വെച്ച് ഇന്ന് വരെയ്ക്ക് ഞാൻ മോഷണം ചെയ്തിട്ടില്ല, പറഞ്ഞാറില്ല. അയ്യോ എന്റെ ദൈവമേ സാറേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, പിടിച്ചു കേട്ട്. കാര്യം പെട്ടെന്ന് അങ്ങോട്ട് ക്യാമറ ഇരിക്കുന്നുണ്ടോ? ഇതൊരു പ്രോഗ്രാമാണ് കേട്ടോ. എന്റെ ദൈവമേ, ഞങ്ങളിന്ന് നിൽക്കുന്നത് തച്ചങ്കോട് പ്രശസ്തമായ പഴങ്കഞ്ഞിക്കട ടയേഴ്സും ഉണ്ട് അല്ലേ? ടയറും അവിടെ എന്തൊക്കെയുണ്ട്? പഴങ്കഞ്ഞിക്കട, പച്ചമരച്ചിന്റെ പുട്ട്, പിന്നെ ചിക്കൻ പരട്ട്, ബീഫ്, എല്ലാം ഉണ്ട്. അങ്ങനെ ഈ കുളത്തിലുള്ള ഈ മീനാണ് അവിടെ പിടിച്ചിട്ട് അല്ലേ? ഇവിടെ എന്തൊക്കെ മീൻ കിടപ്പുണ്ട്? പിന്നെ ബ്രാല്,
ആസാമാണ് അങ്ങനെ. എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പുള്ളിക്കാരൻ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്ത് തന്നു. പുള്ളിക്കാരനെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ പെടുത്തിയത് അല്ലേ, മീൻ പിടിക്കാൻ വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. ഇത് കേട്ടപ്പോഴത്തേക്ക് പിന്നെ ഫീലിംഗ് ആയില്ലേ? ആദ്യം നല്ല പേടി. പേടിച്ചു പോയി. പേടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് 3 മക്കളെ എനിക്ക് വളർത്തണം. ഞാൻ ഒരു അങ്ങനെ ഒരു കള്ളത്തിനുള്ള ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ആയപ്പോ പെട്ടുപോയി അല്ലേ? എന്നുള്ള ഇതായി. ചേട്ടാ, ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമാണ്. അപ്പോൾ ചേട്ടന് കുറച്ച് ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. അപ്പോൾ ചേട്ടൻ ആദ്യം ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ക്യാഷ് പ്രൈസ്. ഗ്രേസൺ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ഇലിപ്പോട്ട് നൽകുന്ന സമ്മാനം. കോശി യുറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. സുൽത്താൻ ലക്കി സെന്റ് പറണ്ടോട് നൽകുന്ന സമ്മാനം. സന്തോഷമായി അല്ലേ? അപ്പോ ചേട്ടാ വളരെ നന്ദിയുണ്ട്. കാര്യം വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വേണ്ടി ഒരുക്കി തന്നതല്ലേ. ചേട്ടാ, ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ട്. ഒരു ബുദ്ധിമുട്ടില്ല. ഇത് സന്തോഷമേ ഉള്ളൂ. സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു.